കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം. മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ച, ആരുടെയൊക്കെ ഭാഷയുണ്ട്? മനുഷ്യർക്കുള്ള ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഭാഷകൾ ആര് സംസാരിച്ചാൽ? ഞാൻ. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടാം? മനുഷ്യരുടെ ഭാഷ കിട്ട്, ദൈവദൂതന്മാരുടെ ഭാഷയുണ്ട്, ദൈവത്തിൻ്റെ ഭാഷ, ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയും, ഭാഷാപരം. നമ്മുടെ വിഷയം ചിലർ എന്ന് പറഞ്ഞാൽ അതൊരു കൃപാവരമാണ് ഭാഷാപരം എന്ന് പറഞ്ഞു. നിസ്സാരപരമല്ല. ഭാഷാപരം കിട്ടിയുള്ള ഗുണം എന്താന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? കർണാടക ചെല്ലുവാണെങ്കിലുണ്ടല്ലോ, ഈ ഓട്ടോക്കാർ അവരുടെ ഭാഷയെ പറയത്തുള്ളൂ, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഈ ബംഗാളികൾ നമ്മുടെ കൂടെ പണിയെടുക്കും, നമ്മുടെ കൂടെ കുറേ സ്റ്റാഫ് പണിക്കാരുണ്ട്, ഇവന്മാർ നമ്മളോട് ഹിന്ദി പറയും. നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാകത്തില്ല. ഇവർ തമ്മിൽ ബംഗാളിൽ പറയത്തുള്ളൂ, അവർക്കത് വേഗം മനസ്സിലാവും, നമുക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ വയ്ക്കും, ഇവനെ നമ്മളിനെ ചീത്ത പറയുകയാണോ നമ്മുടെ വീട്ടുകാരെ വിളിക്കുകയാണോ നമുക്കറിയത്തില്ല. കാര്യം എല്ലാം ഒച്ചപ്പാട് വഴക്ക് പറയുമ്പോൾ ഇവന്മാർ തമ്മിൽ പറയത്തുള്ളൂ, ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇത് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ, നമ്മളോട് എന്ത് പറഞ്ഞാലും അവർ തമ്മിൽ അവരുടെ ലാംഗ്വേജേ പറയത്തുള്ളൂ. ഇതുപോലെ നമ്മൾ മലയാളമൊക്കെ പറയുന്നു, എന്നാൽ ദൈവം നമുക്കായിട്ടൊരു ഭാഷ തരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവും നീയും നമ്മൾ ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രം തരുന്ന ഒരു ലാംഗ്വേജ്. അത് ദൈവത്തിനെ അറിയത്തുള്ളൂ, നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. അപ്പോൾ ആത്മാവ് നമ്മളെ കൊണ്ട് ഈ ഭാഷയിൽ പ്രേരിപ്പിക്കും, പ്രാർത്ഥിപ്പിക്കും. അത് ഡയറക്റ്റ് ദൈവസന്നിധിയിലെത്തുന്നത്. എന്ന് പറഞ്ഞാൽ പിശാചിന് അത് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ ബാക്കി എന്ത് പദ്ധതി പ്ലാൻ ചെയ്യാലും ആർക്ക് കേൾക്കാം? സാത്താൻ്റെ ദൂതനുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞത് സർവ്വവ്യാപിയല്ല, ഒമ്നിപ്പൊട്ടൻ്റ് എന്ന് പറയും. സർവ്വവ്യാപിയല്ല, ഒരാളാണ്, സിംഗിൾ ഒരു വ്യക്തിയാണ്. അവന് ഒരേ സമയം അമേരിക്കയിലും ഒരേ സമയം കോതമംഗലത്തും ഒരേ സമയം പുറപ്പുഴയിലൊന്നും വരാൻ പറ്റത്തില്ല. അവൻ ഒറ്റ ആളാണ്. ഇവിടെ വന്നാൽ അടുത്ത സ്ഥലത്ത് ഒരാൾ പോകും പോലെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തുമുള്ള വാർത്തകൾ അവനെ എത്തിക്കാൻ അവൻ്റെ ഏജന്റുമാർ അവൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തെളിവാണ് ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞ മിഖായേൽ, ആ ദേശത്തെ കാവൽ ദൂതനോട് പോരാടാൻ മിഖായേൽ ചെല്ലുന്നതായിട്ട് ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. ദേശ കാവൽ ദൂതൻ, ഓരോ ദേശത്തിനും ഓരോ ദൂതന്മാരുണ്ട്. അപ്പൊ ഇവിടുത്തെ ദൂതൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്യപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ദൈവദൂതന്മാര്, ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? യുവന്മാരുടെ പദ്ധതിയെ തകർക്കും. ഇങ്ങനെയാണ് ആത്മീയ പോരാട്ടം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഒന്ന് തള്ളി പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തലേദിവസം ഒരു അടിയുണ്ടാക്കും. ഒരു കൂട്ടായ്മ, ഒരു നല്ലൊരു ഫംഗ്ഷൻ വിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അലമ്പുണ്ടാവും. അങ്ങനെ വഴക്കും ബഹളവും. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ചത്തേക്ക് വേണ്ടി എൻ്റെ ഒരുക്കം തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. തിങ്കളാഴ്ച അവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്. പണ്ട് ഞങ്ങളുടെ യൂത്ത് എല്ലാം പോയിട്ട് ചാപ്പലിൽ പോയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച പ്രാർത്ഥിച്ചു, ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു, ബുധനാഴ്ച പ്രാർത്ഥിച്ചു, വ്യാഴം പ്രാർത്ഥിച്ചു, വെള്ളി. ഇനി ശനിയും കൂടെ കടന്നു കിട്ടിയ ഞായറാഴ്ച വിശുദ്ധനായിട്ട് പോയി കുർബാന സ്വീകരിക്കാം. പക്ഷെ ശനിയാഴ്ച രാവിലെ വീട്ടിൽ ഉടക്കുണ്ടാവും, എന്തെങ്കിലും കാര്യത്തിന്. നമ്മളൊന്നും ചെയ്യുന്നില്ല, എങ്ങനെയൊക്കെയോ. അപ്പം എന്നിട്ട് ഉടക്കുണ്ടായി, ആകെ പ്രശ്നമായി, നമ്മുടെ മൈൻഡ് പോകും. ഇപ്പം പിശാച് ഉള്ളി വന്ന് പറയും, നാളെ നീ കുർബാന സ്വീകരിക്കാൻ നീ യോഗ്യനല്ല. ഞാൻ വിചാരിക്കും ശരിയല്ല. കാര്യം ഞാൻ അപ്പനോട് വഴക്കുണ്ടാക്കി, ഞാൻ അമ്മയോട് ഉടക്കുണ്ടാക്കി. നാളെ ഞാൻ എങ്ങനെ പോയി കുർബാന സ്വീകരിക്കും? ഒരാഴ്ചത്തെ എൻ്റെ പ്രാർത്ഥന എല്ലാം പോയി. ഒറ്റ ദിവസത്തെ ആ കാത്തിരിപ്പും കൂടെ മതിയായിരുന്നു. പക്ഷേ ശനിയാഴ്ച രാവിലെ ഒരു പൊട്ടിത്തെറിണ്ടാക്കി. ഞായറാഴ്ച ശരിക്കും ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും. പിറ്റേ ദിവസം കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. കുർബാന പള്ളി പോയിരിക്കും, പക്ഷെ കുർബാന സ്വീകരിക്കാൻ പോകത്തില്ല. കാരണം ഈ മനക്കുത്ത പിശാചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ നശിച്ചു, നിന്റെ വിശുദ്ധി പോയി, നിന്നെ കുറ്റപ്പെടുത്തും, നിനക്കിനി യോഗ്യതയില്ല, നിന്റെ ഹൃദയം അശുദ്ധമായി പോയി, ഇങ്ങനെ അന്ധകാരം കുറ്റപ്പെടുത്തും. ആദ്യം ഞാൻ ഈ പിശാചിന്റെ കുറ്റപ്പെടുത്തലിന് ഞാൻ വഴങ്ങിപ്പോയി. നീ യോഗ്യനല്ലടാ, നീ എന്തിനാ? ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പോയി തിരുശരീര രക്തങ്ങളെല്ലാം സ്വീകരിച്ചിങ്ങനെ വരുന്നതാണെന്ന് നമ്മൾ കൊതിയോടെ ഇരിക്കും. എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ, ഇങ്ങനെ ഇവൻ ദ്രോഹിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം കഴുകുന്ന ദൈവമാണ്. നീ എവിടെയാണോ നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം യേശുവിൻ്റെ ഹോളി ബ്ലഡ് ഇറങ്ങി വന്ന് നിന്നെ കഴുകി ശുദ്ധീകരിക്കും. ക്രിസ്ത്യാനിയെ നിനക്ക് മാത്രമേ ഈ അവകാശമുള്ളൂ. നിനക്ക് എപ്പോൾ വേണേലും പ്രാർത്ഥിച്ച് അനുദപിച്ച് ദൈവത്തോട് പാപമോചനം നേടാം. സ്തോത്ര, ഹല്ലേലൂയ. ഏത് നിമിഷവും നിനക്ക് പാപമോചനം നേടാം. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ തലത്തിൽ
ദൈവത്തിൻ്റെ യേശുവിൻ്റെ സന്നിധി നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണമാണ് പാപമോചനം. അപ്പോൾ പിശാച് നിന്നെ തിരുശരീര രക്തം നീ സ്വീകരിച്ചാൽ നീ വിശുദ്ധീകരിക്കപ്പെടുമെന്നും നിന്റെ പാപങ്ങളെ ദൈവം കഴിവെന്ന് അവനറിയാം. അത് തടയാൻ എന്ത് ചെയ്യും? ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും, ഇങ്ങനെ തടസ്സങ്ങളുണ്ടാക്കും. ഇതൊക്കെ അന്ധകാരത്തിൻ്റെ ഏജന്റുമാർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇതുപോലെ തന്നെയാണ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുമ്പോൾ, ഒരു ദേശ സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ശുശ്രൂഷകൾ പ്ലാൻ ചെയ്യുമ്പോൾ അന്ധകാരം വന്ന് അതിനെ തടയാൻ ശ്രമിക്കും. ഇവിടെ പറയാണ് ഭാഷാവരം ലഭിച്ചാൽ, ഭാഷാവരത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷികമായ സംസാരങ്ങളെല്ലാം അന്ധകാരം കിട്ടുന്ന ഇതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിനെ മറികടക്കാനാണ് ഭാഷാവരം. ഭാഷാവരത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പിശാച് മനസ്സിലാവും, വിചാരിക്കും ഇതെന്ത് പരിപാടി ഇവൻ പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവം മാത്രം അവന് മാത്രം കൊടുത്തേക്കുന്ന നമ്മുടെ റിസർവേഷൻ സീറ്റ് പോലെ അത് നമുക്ക് മാത്രം ഉള്ളതാണ്. അത് ഓരോരുത്തർക്കും ഭാഷയുടെ വരം കൊടുക്കുമ്പോൾ അത് നിനക്ക് ദൈവത്തോട് പ്രൈവറ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കമ്പി, ഒരു ലൈൻ ദൈവം കൊടുക്കുകയാണ്. നീ ഭാഷാവരത്തെ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് മനസ്സിലാകത്തില്ല, അവൻ അതിൻ്റെ മുകളിൽ കളിക്കാൻ പറ്റത്തില്ല. ഒന്ന്, ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുക ഈ പ്രാർത്ഥനയിൽ. രണ്ട്, അത് ദൈവം അവന് കൊടുത്തേക്കുന്ന ഒരു സ്പെഷ്യൽ ലാംഗ്വേജ്, അത് അവന് മനസ്സിലാകത്തില്ല. ഇതാണ് ഭാഷാവരം. അപ്പൊ ഭാഷാവരം കിട്ടിയാൽ നമുക്കുള്ള ഗുണം എന്നാ? അന്ധകാരത്തിന്റെ തടയൽ പ്ലാനുകളെ അതിജീവിക്കാൻ പറ്റും, രോഗം തടയാൻ പറ്റും. രോഗമുണ്ടെങ്കിൽ ഭാഷാവരത്തെ പ്രാർത്ഥിച്ച് ദൈവം നേരിട്ട് വന്ന് ഹീൽ ചെയ്യും. ദൈവം ഡയറക്റ്റ് ഇടപെടുന്ന ഒരു വരമാണ് ഭാഷാവരം. അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വരമാണ്, വലിയ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഓഫ് ടങ്, ഭാഷാവരം. ഇങ്ങനെ നിനക്ക് ഭാഷകളുടെ വരവും ദൈവത്തെ മാത്രം നിനക്ക് മാത്രമായി സംസാരിക്കാൻ പ്രത്യേക ലാംഗ്വേജും എല്ലാം ഉള്ള നീ വലിയ പ്രാർത്ഥനക്കാരനാണ്. പക്ഷേ നിനക്ക് എന്തില്ലെങ്കിൽ, നിന്റെ ഭാഷയും നിന്റെ ദൈവത്തോടുള്ള പ്രൈവറ്റ് ലാംഗ്വേജും ഒന്നുമല്ല. എന്തില്ലെങ്കിൽ? സ്നേഹമില്ലെങ്കിൽ. സ്തോത്ര ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ വലിയ ബൈബിൾ വായിക്കുന്നവനാണ്, നീ കുർബാന സ്വീകരിക്കാൻ പോകുന്നവനാണ്, നീ വലിയ പ്രാർത്ഥനക്കാരനാണ്, എപ്പോഴും ബൈബിളാണ്, എപ്പോഴും ഹല്ലേലൂയയാണ്. പക്ഷെ ഉള്ളിൽ അമ്മായിയമ്മയും മരുമകളും മിണ്ടത്തില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി, അമ്മായിയമ്മ അപ്പുറത്തൂടെ പോയി കഴിക്കുന്നു, മരുമകൾ ഇപ്പുറത്തൂടെ ഒക്കെ പോയി കഴിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ 15 വർഷമായിട്ട് പ്രാർത്ഥന നിൽക്കുന്ന കുടുംബം, 2 അടുപ്പാണ് വീട്ടിൽ. ഇപ്പം ഞാൻ ദൈവമേ, ഞാൻ 2 കാര്യം പ്രാർത്ഥിച്ചേ, എന്തൊരു വീടാ. 2 ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ ഈ പിശാച് കയറരുതേ, 2 പ്രാർത്ഥിച്ചു. 2, സ്നേഹമില്ല എങ്കിൽ, എനിക്കെൻ്റെ ഭാര്യയോട് സ്നേഹമില്ല എങ്കിൽ എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം അഭിനയമായിരിക്കും. ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എങ്കിൽ എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അഭിനയമായിരിക്കും. ഇങ്ങനെ അഭിനയിക്കുന്ന വീടുകളാണ് കേരളത്തിലെ പല വീടുകളും. അഭിനയിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളാണ് കേരളത്തിലെ പല ഭവനങ്ങളും. അഭിനയിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് കുടുംബങ്ങളാണ് പ്രാർത്ഥനക്കാരന്റെ ഭവനങ്ങളും. പ്രാർത്ഥനക്കാരന്റെ ഊണുമേശ അഭിനയ കളരിയ, അഡ്ജസ്റ്റ്മെന്റുകളാ, സ്നേഹമില്ല. പിന്നെ നിന്റെ എന്ത് പ്രാർത്ഥന? ദൈവം ചോദിക്കുക, നിന്റെ ഉള്ളിൽ സ്നേഹമില്ല, നീ ഭാഷാവരത്തിൽ വലിയ പ്രാർത്ഥന, കഷത്ത് ബൈബിളും നിന്റെ കയ്യിൽ സ്തോത്രം കൊന്തയൊക്കെയാ, നിനക്ക് എന്തോന്ന് സ്നേഹം? സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തി നീ കാണിച്ചതാണ്. ഇതാണ് ചോദ്യം. ഇന്ന് ദൈവം കീറി മുറിച്ച് നമ്മളോട് ചോദിക്കുക, നിനക്ക് സ്നേഹമില്ല, നിന്റെ പ്രാർത്ഥന വെറുതെ, നീ അഭിനയ കളരിയ, നീ അഭിനയക്കാരിയ, നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. പല ഭവനങ്ങളും ചില സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അത്ര രസത്തിലല്ല, ഇങ്ങനെ ഭവനങ്ങളുണ്ട്. ചില കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര രസത്തില്ല, അയൽക്കാരുമായിട്ട് രസത്തിൽ. എന്നാളൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പം ചേട്ടൻ്റെ വീട് ഇവിടെ, അനിയൻ്റെ വീട് അപ്പുറത്ത്, 2 പേരും നമുക്കറിയാം. ചേട്ടൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കണ്ട് ചേട്ടനോട് പറഞ്ഞു, ബാ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ബ്രദർമാർ പൊക്കോ, ഞാൻ വരുന്നില്ല. അതെന്നെ വരാത്ത, ഞങ്ങൾ അത്ര ശരിയല്ല. അന്നേരം ഞാൻ വിചാരിച്ചു, എന്ത് കലികാലത്തിന് ഇവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ കയറുന്ന അന്നേരം വിചാരിച്ചു. ഇവൻ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റാത്തവൻ. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 23-ാം വാക്യം. മത്തായി 5:23. നീ കാഴ്ച അർപ്പിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ദൈവസന്നിധി, നീ കുർബാനയ്ക്കോ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കോ ഉപവാസത്തിനോ എന്ത് ആത്മീയ കാര്യത്തിനോ നീ പോകുമ്പോൾ നിന്റെ ഉള്ളിൽ പകയിരിക്കുക, നിന്റെ ഉള്ളിൽ വിദ്വേഷം ഇരിക്കുക. നിന്നെ ദ്രോഹിച്ചവനോട്, നിനക്ക് വസ്തു തരാത്ത സഹോദരനോട്, വസ്തു തരാത്ത അപ്പനോട് കലിപ്പ്, ഇങ്ങനെ വിദ്വേഷവും വെറുപ്പും ഇരുന്നിട്ടാണ് പോയി കുർബാന സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണം. ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങത്തില്ല. മാത്രമല്ല ഒരു വചനം കൂടെ ഉണ്ട്, അയോഗ്യതയോടെ ഭക്ഷിക്കുന്നവൻ, ക്രിസ്തുവിന്റെ ശരീരത്തെ സ്വീകരിക്കുന്നവൻ തൻ്റെ തന്നെ മരണമാണ് ഏറ്റുവാങ്ങുന്നത്. അവൻ രോഗത്തിന് കാരണമാകും, മരണത്തിന് കാരണമാകും. ചില രോഗങ്ങൾ, ചില മരണങ്ങൾ നീ അയോഗ്യതയോടെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ദൈവം ഇന്ന് കൂട്ടായ്മയോട് പറയാണ്, നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. നീ ആര് തന്നെ ആയിക്കോട്ടെ,
ഈ പറഞ്ഞ ഞാനായിക്കോട്ടെ, സ്നേഹത്തിന്റെ പ്രവൃത്തി എനിക്കില്ല എങ്കിൽ, ഞാൻ സ്നേഹത്തോടെ എൻ്റെ മാതാപിതാക്കളെ കരുതുന്നില്ല എങ്കിൽ, ഞാൻ സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളെ കരുതുന്നില്ല എങ്കിൽ, ഞാൻ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കരുതുന്നില്ല എങ്കിൽ ഞാൻ വചനം പറയാൻ യോഗ്യനല്ല. നീ വലിയ ഭാഷാപരമുണ്ട്, നീ വലിയ വചനമാണ്, നീ വലിയ ഇതാണ്, ഒന്നുമല്ലെന്നാ വചനം പറയും. നീ എത്ര ദൈവദൂതന്മാരുടെ ഭാഷയും എത്ര വലിയ കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ കാണിക്കുന്ന എല്ലാം വെറും വ്യാജ അഭ്യാസം. വേഷം കിട്ടും നമ്മൾ പറയില്ല, അതാണ് വ്യാജമാണ്. നിന്റെ ഹൃദയം വ്യാജമാണ്. അതുകൊണ്ട് ദൈവം പറയാണ് സ്നേഹം. തുടർന്ന് താഴോട്ട് വായിക്കാം. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും, അതിന്റെ ഒന്നുകൂടെ വായിച്ചോ മോളി, ഒന്നുകൂടെ വായിച്ചോ, ഒന്നോട്ട് വായിച്ചോ. 13 സംസാരിച്ചാലും എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് ചിലമ്പുന്ന കൈത്താളം, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇനി അടുത്തത്, എനിക്ക് ഏറ്റവും വലിയ വരമാണ്. വരങ്ങളിൽ എത്ര കൃപാവരങ്ങളുണ്ട്? 12 കൃപാവരങ്ങളുണ്ട്. ഫലദാന വരങ്ങൾ. ഫലങ്ങൾ 9, ദാനങ്ങൾ 7, വരങ്ങൾ 12. കൃപാവരങ്ങളിൽ ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ ഏറ്റവും വലിയ വരങ്ങളൊന്നാണ് പ്രവചനവരം. ദൈവസഭയിൽ ഒന്നാമത് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരും, രണ്ടാമത് ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രവാചകന്മാരും. പ്രവചനവരം എന്ന് പറഞ്ഞാൽ വലിയ വരമാണ്. അപ്പോൾ എന്താ പറയുക, വരങ്ങളിൽ ഏറ്റവും വലിയ വരമുള്ള നീ പ്രവാചകനാണ് ദൈവസന്നിധിയിൽ. നീ പ്രവാചക വരവും. രണ്ടാമത്തെ വരമാണ് ജ്ഞാനത്തിന്റെ വരം, വിസ്ഡം. കിങ് സോളമൻ രാജാവിനുണ്ടായിരുന്ന ജ്ഞാനത്തിന്റെ വരം. ജ്ഞാനം ഒരു വരമാണ്. ദൈവം ഇങ്ങനെ സർവ്വ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. ആദത്തിന്റെ മുമ്പിൽ എന്ത് മൃഗത്തെ കൊണ്ട് നിർത്തിയാൽ ആദം അതിന്റെ പേര് വിളിക്കും. ആദം പേര് വിളിച്ചത് ആ മൃഗത്തിന്റെ പേരായി തീർന്നു. അവന്റെ മുമ്പിൽ പട്ടിനെ കൊണ്ടുവച്ചാൽ അവൻ പറയും പട്ടി, സീബ്രനെ കൊണ്ടുവച്ചാൽ പറയും സീബ്ര, പെരുമ്പാമ്പ് വന്നാൽ പറയും പെരുമ്പാമ്പ്. അവനറിയാത് ജ്ഞാനമാണ്. അവസാനം അവന്റെ അസ്ഥി കൊണ്ടുവച്ചപ്പോഴത്തെ അവൻ പറയും ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും ഇതെന്റെ മാംസത്തിന്റെ മാംസം. അവൻ അറിഞ്ഞു പോലില്ല, അവൻ ഉറക്കത്തിൽ നിന്നാണ് ഈ സാധനത്തെ എടുത്തത്. പക്ഷെ കണ്ടപ്പോഴേ തന്നെ പറയും ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും ഇതെന്റെ മാംസത്തിന്റെ മാംസമാണ്. ജ്ഞാനം. ഇങ്ങനെ വലിയ വരങ്ങളൊന്നാണ് ജ്ഞാനത്തിന്റെയും പ്രവചനത്തിന്റെ വരം. അപ്പൊ നീ പ്രവചനവരമുണ്ട്, നീ പ്രവാചകനാണ്, പ്രവാചികയാണ്, നീ ദർശനം പറയും, നിനക്ക് ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ താഴോട്ട് വായിച്ചാലോ, സ്നേഹമില്ലെങ്കിൽ പ്രവാചകനാണെന്ന് നീ പറഞ്ഞാലും, നീ വിശ്വാസ വീരന്മാരാണെന്ന് പറഞ്ഞാലും, നിനക്ക് സ്നേഹമില്ലെങ്കിൽ ദൈവം പറയാ നീ ഒന്നുമല്ല, നീ ദൈവസഭയിലില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലമാണ് സ്നേഹം. നമുക്ക് തുടർന്നതാവട്ടെ വായിക്കാം. ഇതല്ല ഈ പറഞ്ഞ ക്വാളിറ്റീസ്. ഭാഷാപരം ഒരു ക്വാളിറ്റി, പ്രവചന വരം ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വരം, ജ്ഞാനത്തിന്റെ വരം. അടുത്തത് ചാരിറ്റിയാണ്. ഏറ്റവും വലിയ വസ്തുതയാണ് ചാരിറ്റി. അതൊരു ഒരു വേർപാടാണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതമാണ് ചാരിറ്റി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചാരിറ്റികളിൽ വലിയ ചാരിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം നീ ദാനം ചെയ്തു. ഒരുവൻ കർത്താവിന്റെ സന്നിധി, കർത്താവെ ഞാൻ നിന്റെ വചനവും പ്രിൻസിപ്പിളും കൽപ്പന എല്ലാം ഞാൻ അനുസരിക്കുക. അപ്പോൾ ദൈവം അവൻ്റെ ഉള്ളിലേക്ക് നോക്കി. ഇവൻ വലിയ കോടീശ്വരനാണ്, അവൻ്റെ ബെൻസ്കാർ പുറത്ത് കിടപ്പുണ്ട്, നിനക്കുള്ളതെല്ലാം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ വിഷമിച്ച് അവൻ തിരിച്ചു പോയെന്നാണ് പറഞ്ഞു. അവൻ അനേക സമ്പത്തുള്ളവനായാൽ യേശു പറഞ്ഞ ആ പ്രിൻസിപ്പിൾ അവനെ താങ്ങാൻ പറ്റിയില്ല. എന്നാൽ ആ അനുഭവത്തിൽ ഏറ്റവും വലിയ വരമാണ് നിന്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കാനുള്ള വരം, നിന്റെ സമ്പത്ത് മുഴുവൻ ചാരിറ്റി ചെയ്യാനുള്ള വരം. ഈ വരം നിനക്കുണ്ടായിട്ടും അല്ലേ, നിന്റെ ശരീരം തന്നെ നീ വിട്ടുകൊടുത്താലും എന്തുവാ, സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ആദ്യം ഉണ്ടാകേണ്ടതാണ് പരസ്പരമായ സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന തീന്മേശകളുണ്ട്? അപ്പനും അമ്മയും മക്കളും ആരൊക്കെ വീട്ടിലുണ്ടോ? ആരാധന. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭവനങ്ങൾ. ചിലവർക്ക് രണ്ടടുപ്പുണ്ട്, ഒന്ന് അമ്മയ്ക്കും ഒന്ന് നമുക്കും, അല്ലെങ്കിൽ ഒന്ന് അപ്പനും ഒന്ന് നമുക്കും. അങ്ങനെയല്ല, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഒരു വസ്ത്രം വാങ്ങിയാൽ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും, അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വാങ്ങിച്ചു, എല്ലാവരെയും കരുതും. ഒരു വീട്ടിൽ സാധനം നമ്മുടേതല്ല, അതെല്ലാവരുടെയും കൂടെ. ഇങ്ങനെ ഉണ്ട്. ആദ്യം നീ പ്രാർത്ഥനക്കാരൻ നിന്റെ ഭവനം ക്ലിയർ ചെയ്യും, എന്നിട്ട് നീ പുറത്തേക്ക് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി. ആദ്യം ആരുടെ ഭവനം ക്ലിയർ ചെയ്യണം? ഞാൻ എൻ്റെ ഭവനത്തെ, ഈ പറഞ്ഞ ഞാൻ എൻ്റെ ഭവനത്തിൽ കറക്റ്റാണോ?
എൻ്റെ ഭവനത്തിൽ ഞാൻ മാതാപിതാക്കളെ കരുതുന്നുണ്ടോ? എൻ്റെ ഭവനത്തിൽ സഹോദരനെ കരുതുന്നുണ്ടോ? വെറുപ്പിലാണോ, വിദ്വേഷത്തിലാണോ? എങ്ങനെയാണ് എൻ്റെ ഹൃദയം? ഇത് നമ്മൾ ആദ്യം പരിശോധിക്കണം. നമ്മൾ ക്ലിയർ അല്ല എങ്കിൽ ഈ വചനം പറയാൻ ഞാനോ നിങ്ങളോ യോഗ്യരല്ല. ദൈവവചനം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ബ്രദർ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കും. ഒന്നെങ്കിൽ നീ പറയുന്ന വചനം നീ പാലിക്കുന്ന വചനമായിരിക്കണം. അല്ല, നീ പാലിക്കാത്തൊരു വചനമാണ് നീ പ്രസംഗിക്കുന്നതെങ്കിൽ ആ പ്രസംഗിക്കുന്ന ആ നിമിഷം ആ വചനം നിന്നോട് പറയുന്നത് വാള്, അന്ന് തൊട്ട് നീ അത് പാലിക്കാൻ തുടങ്ങണം. വചനം ഇരുതല വാൾ മൂർച്ചേറിയതാണ്. ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ നീതിയുള്ളവനായിരിക്കണം. അല്ല, ഇത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്ന് ഇന്നു മുതൽ സ്നേഹത്തിന്റെ പ്രവൃത്തി ഞാനും ചെയ്യണം, കേൾക്കുന്നവരും ചെയ്യണം. നീ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഒഴിവൊഴിയുണ്ട്, പക്ഷെ ഇന്ന് കേട്ടുപോയി. ഇനി നീ വീട്ടിൽ പോയി കുശുമ്പ് കാണിച്ചാൽ നിന്നെ രോഗം ഇട്ട് വിധിക്കുന്ന ദൈവമുണ്ട്. വയറ്റിൽ മുഴ, അയ്യോ ബ്രദറെ ക്യാൻസർ ആണോ, ബയോപ്സിക്ക് കൊടുത്തു, ഒന്ന് പ്രാർത്ഥിക്കണേ. നിന്റെ നാവ് ആദ്യം നോക്കണമായിരുന്നു. മരണകരമായ രോഗങ്ങളുണ്ട്. ചില നാളൊരു ആന്റി പ്രാർത്ഥിക്കുന്നത് നടുവേദനയാ. നമ്മൾ നടുവേദന എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയല്ല. ഈ നടുവേദന മാറുന്നില്ല, അസ്ഥിക്ക് ഇങ്ങനെ വേദനയാ. അപ്പൊ ഇങ്ങനെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം നമുക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ആന്റിയോട് പറഞ്ഞു. അപ്പൊ ആന്റിയോട് പറഞ്ഞു, ആന്റി ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. എനിക്കങ്ങനെ ആരോടും വിദ്വേഷമൊന്നുമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ വാക്കാണ്, കർത്താവ് പറയുന്നതാണ് ഞങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ കള്ളത്തരം പറയുക. അവസാനം അടയാള സഹിതം അവർക്ക് ആരോടാണ് വിദ്വേഷമുള്ളത് അദ്ദേഹത്തിന്റെ ഭവനത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എനിക്ക് അങ്ങനെ പഴയ വിഷയമുണ്ട് ബ്രദറെ, എൻ്റെ സഹോദരനോട് തന്നെ എനിക്ക് പ്രശ്നം, എനിക്ക് കിട്ടാനുള്ള 16 സെന്റ് അവൻ്റെ കയ്യിൽ ഇരിക്കുക, ചോദിച്ചിട്ട് അവൻ തരുന്നില്ല, അതുകൊണ്ട് 20 വർഷമായിട്ട് ഞങ്ങൾ നിയമ പോരാട്ടം, എനിക്ക് അവനോട് ക്ഷമിക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ നുണയല്ലേ? അപ്പം 20 വർഷമായിട്ട് നിയമ പോരാട്ടം സഹോദരനോട് നടത്തുന്നത് നിങ്ങൾക്ക് 20 വർഷമായിട്ട് ആ രോഗം അവർക്കുണ്ട്. 20 വർഷമായിട്ട് എന്നോട്ട് അവർക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ അത്ര നാൾ ആ രോഗം അവരുടെ ശരീരത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് രോഗം മാറാത്തത്. ഞാൻ ഒരു ഓപ്ഷൻ തരാം, ഒന്നെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അന്നേരം രോഗം പോകും. ഇല്ല, ക്ഷമിക്കണ്ട, 20 വർഷമായിട്ട് നിയമ പോരാട്ടം ഇനിയും കണ്ടിന്യൂ ചെയ്തോ, ചിലപ്പോൾ കിട്ടിയേക്കാം, വല്ലതും തടയും കോടതിയിൽ നിന്ന്, കിട്ടുമോ. പക്ഷേ ഈ നടുവേന നീ ചുവന്ന് കുഴിയിലേക്ക് പോകുമ്പോൾ നടുവേന കൊണ്ട് ചത്തു എന്ന് പറഞ്ഞ് പൊക്കോണം. ഏത് വേണമെന്ന് ചോദിച്ചു. അല്ല വേറെ, എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല, മാനസാന്തരപ്പെടണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടാൻ തയ്യാറാണോ? അപ്പോൾ കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അപ്പോൾ സ്ഥലം സഹോദരൻ തന്നില്ലെങ്കിലോ? പോട്ടെന്ന് വെക്കും. ഇപ്പോൾ തരത്തില്ലല്ലോ, പോട്ടെന്ന് വെക്കും. 16 സെന്റ് സ്ഥലം കണ്ണായ സ്ഥലത്താണ്, 16 സെന്റ് കോടികളാണ് വില, പോട്ടെന്ന് വെക്കും. ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞാണോ? അല്ല, അവരവിടെ നിന്ന് തുമ്പോൺ ഹാളി വെച്ച അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് അവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പോയി. അന്ന് കണ്ണുനീരൊക്കെ ഒഴുകി പ്രാർത്ഥിക്കുന്ന കണ്ടു. പിന്നെ ഷുഗറാണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ ഓൺ ദ സ്പോട്ട് ആ നടുവേന പോയി. ഇന്നും ആൻറ്റി അവിടെ ഹാള് വരാറുണ്ട്, ഇന്നും ചോദിക്കും നടുവേന ഉണ്ടോ? നടുവേനൊന്നുമില്ല. ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. അപ്പം ഞാൻ സ്ഥലം പോയോ? ഇല്ല വേറെ, ആ സ്ഥലത്തിലെ 10 സെന്റ് അവൻ എനിക്ക് എഴുതുന്നു, പകരം 6 അവന് കൊടുത്തു, 10 ഞാൻ എടുത്തു. ഒരു കോംപ്രമൈസിൽ ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് കിട്ടി, രോഗവും പോയി. നിനക്ക് നേട്ടം തന്നെയാ. ഇത് പലർക്കും തയ്യാറല്ല. ആരും നേരത്തെ പറഞ്ഞില്ല, കർത്താവിൻ്റെ കർത്താവ് വഴി പറയും, നമ്മളത് കേൾക്കത്തില്ല, നമ്മൾ തോന്നിയ വഴിക്ക് പോകും. ഈ തോന്നിയ വഴിക്ക് പോയതുകൊണ്ടാണ് ഇപ്പം മുഴ, ക്യാൻസർ, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ കടബാധ്യത, കഷ്ടത, ശാപം. ചുമ്മാ വീട്ടിൽ ചെല്ലുമ്പോൾ തെങ്ങിടിഞ്ഞ് വീണ് ഓട് പൊളിഞ്ഞ് അടുക്കള പൊളിഞ്ഞ് കിടക്കും. നമ്മൾ വിചാരിക്കും, ദൈവം എന്തിനീ ചതി ചെയ്തു? ആദ്യം നിന്റെ നാവ്, നീ ശത്രുത പുലർത്തുന്ന നിന്റെ നാവ് ആദ്യം ഒന്ന് മാറ്റി, നിന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ. ഞാൻ പറയട്ടെ, പാപമില്ലാതെ നിഷ്കളങ്കമായിട്ട് ദൈവസന്നിധിയിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കത്തില്ല. അതിന് തെളിവ് ഞാൻ പറയാം. ഇസ്രായേൽ ജനം ഇങ്ങനെ നടന്നു വരിക, ഉടനെ ഒരു പ്രവാചകനെ കൂലിക്കെടുത്ത്, അല്ലേ, ബാലാം പ്രവനോട് പറഞ്ഞു, നോക്കടാ, 30 ലക്ഷം ജനങ്ങൾ വരുന്നുണ്ട്, ശപിക്ക്. അവൻ പറഞ്ഞു, ഒരു നടപടിയില്ല. അവൻ അനുഗ്രഹിച്ചോണ്ടിരിക്കുക. ഉടനെ അടുത്ത മല കൊണ്ടുപോയി, ശപിക്കടാ. അവൻ പറഞ്ഞു, അത് പാവമില്ലാത്ത ജനമാ, അവന്മാർക്ക് ശാപേക്കത്തില്ല, ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കത്തില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഏക്കത്തില്ല, മഹാമാരി അവന് തൊടത്തില്ല, രാജാവ് ഇത് എന്റെ കയ്യിലല്ല, അവർക്ക് പാപമില്ല. അടുത്ത മല കൊണ്ട് നിനക്ക് ഞാൻ ഇനിയും തരാം, നീ ശപിക്ക്. ഒരു നടപടിയില്ല. രാജാവ് ഈ പ്രവാചകനോട് കോപിച്ചു, നിനക്ക് ഞാൻ പൈസയും കൂട്ടി തന്നു, എല്ലാ തടത്തിലും കൈക്കൂലിയും തന്നു, നീ അനുഗ്രഹിക്കാൻ ഓരോ മല നിന്നെ വലിഞ്ഞു കയറുകയും ചെയ്തു, പക്ഷെ നീ അവരെ അനുഗ്രഹിക്കല്ലാണ്ട് ശപിച്ചില്ല. അവർ പറഞ്ഞു, രാജാവേ, നീ എന്തിനാ എന്നോട് കോപിക്കുന്നേ? ഞാൻ അവിടെ നിൽക്കുമ്പോ ദൈവം വന്ന് എന്റെ നാവിൽ അനുഗ്രഹ പറയുന്ന, ശാപം വരുന്നില്ല. എനിക്കെന്ത്, എന്റെ കൺട്രോളല്ല. കാരണം അത് ദൈവത്തിന്റെ ജനമാ, അത് പാവമില്ലാത്ത ജനമാ, എന്റെ നിയന്ത്രണത്തിൽ അല്ല. അത് ദൈവത്തിന്റെ കൈ കിടക്കുക. സ്തോത്ര, ഹല്ലേലൂയ.
പാപമില്ലാത്തവരെ ദൈവം സംരക്ഷിക്കും. ഇതാ തെളിവ്. ഉടനെ അവസാനം രാജാവ് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ ഇവൻ കുതന്ത്രം പറഞ്ഞെടുത്തു. ഒറ്റ പരിപാടിയുണ്ട്. ഇല്ല, മോവാബിലെ പെമ്പിള്ളാരെ മേക്കപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് അവരുടെ ഇടയിലേക്ക് ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ 90,000 പേര് സിൻ ഓഫ് ഫ്ലഷിൽ പെട്ടുപോയി. ഉടനെ ദൈവത്തിൻ്റെ മഹാമാരി ഇറങ്ങി അവരെല്ലാം കൊന്നുകളഞ്ഞു. പാപം കയറുമ്പോഴാണ് മരണം വരുന്നത്. ഭവനത്തിൽ പാപം കയറുമ്പോൾ നിനക്ക് വൈരാഗ്യമില്ല ആണോ? ഭവനത്തിൽ പാപം ഇരിക്കുക, ചുമ്മാല്ല രോഗം വരുന്നത്. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, തലചുറ്റൽ, മൈഗ്രെയിൻ. ഈ മൈഗ്രെയിനൊക്കെ ബോണ്ടേജ് സംബന്ധിച്ച രോഗങ്ങളാണ്. അതൊക്കെ വിടുതൽ സംബന്ധിച്ച ഓൺ ദ സ്പോട്ട് മാറും ഈ രോഗങ്ങൾ. ഞാൻ പറഞ്ഞ എല്ലാ അസ്ഥിരോഗങ്ങളുമില്ല, സ്വാഭാവികമായിട്ടുള്ള അസ്ഥിരോഗങ്ങൾ വരാം. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തു, കുറെ നാള് KSRTC ഡ്രൈവറായിട്ട് ഓടി 40 വർഷം. ഇരുന്നുള്ള പരിപാടിയാണ്. ഈ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നൊരു ഇരുന്നുള്ള പരിപാടിയാണ്. ഇരുന്ന് ജോലി നമുക്ക് സ്വാഭാവികമായിട്ട് വരും. അങ്ങനെയല്ല. ഈ രോഗങ്ങൾ, സാത്താൻ വിതയ്ക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാൻ അടയാളമുണ്ട്. നീ ആശുപത്രി പോയി, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഏതാ സെന്റ് മേരീസിൽ പോയാൽ രോഗമില്ല, വീട്ടിൽ വരുമ്പം രോഗം തുടങ്ങും. നീ ആശുപത്രി പോയി, രാജഗിരി പോയി, രോഗമില്ല. തിരിച്ചു വരുമ്പോൾ ഈ രോഗം കാരണം പെയിൻ എടുത്താണ് രാജഗിരി പോയത്, തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ വീണ്ടും രോഗം വന്നു. അപ്പോൾ ഓർത്തോ, ഈ സാത്താൻ്റെ ഈ ദൂതനുണ്ട്, ഈ രോഗം തരുന്ന ദൂതൻ. ഇവൻ ഒരു ശുശ്രൂഷ സ്ഥലത്തിൽ ഇവനങ്ങോട്ട് മാറും നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഇവനാണ് രോഗം തരുന്നത്. ഡോക്ടർ നോക്കുമ്പോൾ ഒരു രോഗമില്ല, എല്ലാം നോർമൽ. വയറുവേദന നോർമൽ, ഞരമ്പ് നോർമൽ, കാല് നോർമൽ, പ്രഷർ നോർമൽ, എല്ലാം നോർമൽ. വീട്ടിൻ്റെ പടി, ആ മണ്ണ്, ശാപം കിട്ടിയ നിന്റെ മണ്ണിലേക്ക് നീ ചവിട്ടുമ്പോൾ ഈ ദൂതൻ വീണ്ടും വന്ന് നിന്റെ മേലെ കയറും. അപ്പൊ നിന്റെ മേൽ ഈ ദൂതൻ കയറാൻ നീ അവകാശം കൊടുത്തേക്കുക. കാരണം ഞാൻ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുക, ഞാൻ അശുദ്ധിയിൽ ജീവിക്കുക, ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ശരീരമാണെങ്കിൽ ഇത് ദൈവത്തിന്റെ ആലയമല്ല, ഇത് ആരുടെ ആലയ? ആ പിശാചിന്റെ ദൂതന്റെ ആലയമാണ് എൻ്റെ ശരീരം. അതുകൊണ്ടാണ് പല വ്യക്തികളുടെ ശരീരത്തെ കഷ്ടതയിലേക്ക് നയിക്കുന്നത്. തെളിവുകളുണ്ട് ബൈബിളിൽ. അതുകൊണ്ട് ആദ്യം എന്ത് ശുദ്ധീകരിക്കണം? പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കണം. ഇവിടെ ദൈവം പറയണ ഏറ്റവും വലിയ, നമ്മൾ ഗലാത്യ 5:22, ഗലാത്യ 5 എല്ലാവർക്കും അറിയാം, എന്നാലും എടുക്കുക. 5:22 വായിക്കാവോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. 9 കൂട്ടം ഫലങ്ങളെ പറ്റി പറയുകയാണ്. അതിൽ ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലത്തെ കുറിച്ചാണ് അവിടെ ആദ്യം പറയുന്നത്. ഏതാ? എല്ലാം വായിച്ചോ, മൊത്തം വായിച്ചോ. ആത്മസംയമനം, ഇവയാണ് 9 കൂട്ടം ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ. പക്ഷെ ആദ്യം പറയുന്ന ഫലം ഏതാ? സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞാലേ ബാക്കിയുള്ള 8 പുറകെ പോരത്തുള്ളൂ. നീ ആദ്യം നിറയേണ്ടത് സ്നേഹം എന്ന ഫലത്തിലാണ്. ആദ്യം നിറയേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഫലമാണ് സ്നേഹം. ആ ഫലം തന്നെ ആദ്യം കൊടുത്തേക്ക്. ഈ ഫലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാണെങ്കിൽ രക്ഷപ്പെട്ട്. സ്തോത്ര, ഹല്ലേലൂയ. ഉപാധികളില്ലാത്ത ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, അവള് കാറി കയറ്റാന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും, അവള് എന്നോട് ചൂടായില്ലെങ്കിലും നമുക്ക് വെറുപ്പെന്ന് പറഞ്ഞ വികാരം ഉള്ളിലില്ല. അത് നിസ്സാര അവസ്ഥയല്ല. സ്തെഫാനോസിനെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുക. ഇസ്രായേലിന്റെ ഒരു കല്ലിന്റെ മുഴുപ്പ്, ഒരു നിസ്സാര കല്ലിന്റെ മുഴുപ്പ്, ഒരു ഓറഞ്ചിന്റെ മുഴുപ്പുണ്ടാവും, ഒരു സാധാ കല്ല്. അവിടെ കല്ലും മണ്ണും നിറഞ്ഞൊരു പ്രദേശമാണ് ഇസ്രായേൽ. പച്ചപ്പില്ല. ഈ മുഴുത്ത ഉരുളം കല്ലുകൾ, മുട്ടൻ കല്ലുകൾ അവിടെ ഭയങ്കര സുലഭമാണ്. അപ്പൊ ഈ കല്ല് നല്ല മിനുസ്സുള്ള കല്ലുകളാണ് ഇസ്രായേലിലെ കല്ലുകൾ. നമ്മൾ ഈ വെള്ളം ഒഴുകുന്ന സ്ഥലത്തുള്ള കല്ലുകൾ പോലെ ഉരുണ്ടിരിക്കും. ഈ കല്ല് നല്ല വെയിറ്റ് ഉണ്ട്. ഈ കല്ല് വെച്ച് ഒറ്റയേറ് ഈ കൊച്ചിനെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ്റെ നെറ്റി പൊട്ടി തലയോട്ട് സ്കള്ളില് സ്ക്രാച്ച് വീഴും. കുറച്ചും കൂടെ വലിയ കല്ല് ആഞ്ഞെറിഞ്ഞാൽ അവൻ്റെ കണ്ണ് തെറിച്ചു പോകും. അവൻ്റെ മൂക്കിൻ്റെ പാലമൊടിയും. ഓരോ സെല്ലും ചതഞ്ഞ് ചാവും. ഇങ്ങനെ ചതഞ്ഞ് ശരീരവും കണ്ണ് തെറിച്ചു പോയി, മൂക്കിൻ്റെ പാലമൊടിഞ്ഞു, പല്ല് മുഴുവൻ ഏറുകൊണ്ട് തകർന്നു, ചെവി പൊട്ടി, ലോവർ ജോ ഏറുകൊണ്ട് തകർന്നു, അസ്ഥികൾ ഒടിഞ്ഞു. എന്നിട്ടും ഒരുവൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായേ ഉണ്ട്, ഇവരോട് ക്ഷമിക്കണം. എങ്ങനെ സാധിക്കും എങ്ങനെ പ്രാർത്ഥിക്കാൻ? ഒരു ഓട്ടോക്കാരൻ എൻ്റെ മുമ്പിൽ വട്ടം വെച്ചപ്പോൾ എനിക്ക് മറ്റേ ദേഷ്യം കൊണ്ട് ഇറങ്ങി വന്നു. അപ്പോഴാണ് കല്ലേറ് കൊണ്ടാണ്. തല്ലുകൊള്ളുണ്ടാവും. ഒരുത്തൻ ചുമ്മാ വട്ടം വെച്ചപ്പോഴേ എനിക്ക് ദേഷ്യമായി. സ്തെഫാനോസേ, നിനക്ക് എങ്ങനെ സാധിക്കും? സ്തെഫാനോസേ, നിന്നെ പീഡിപ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? കർത്താവെ, എങ്ങനെ സാധിക്കും? നിന്നെ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ തല്ലിക്കൊണ്ട ഈ പുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, കയ്യഫാസിന്റെ അരമനയിലേക്ക് കൊണ്ടുവന്നത്.
ഈ 1.5 കിലോമീറ്റർ ദൂരം ഇപ്പോഴും ആ നടപ്പാത, യേശു നടന്ന നടപ്പാത എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോഴും അവർ കല്ലൊന്നും പാകാതെ അന്ന് എങ്ങനെ കിടന്നു അതുപോലെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഉള്ളതാണോ ഇല്ലാത്തതാണോ, പക്ഷെ ആ വഴിയാന്ന് പറയപ്പെടുന്നു. ഈ വഴി മൊത്തം തല്ലിക്കൊണ്ടാണ് വന്നത്. ഗത്സമൻ തോട്ടത്തിൽ ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ തോട്ടത്തിൽ നിന്ന് തല്ലുകൊണ്ട് ഒരു ചെരിവിറങ്ങി കിദ്രോൺ താഴ്വര കടന്ന് അരുവി കടന്ന് കയറ്റം കയറി ജെറുസലേം ദേവാലയത്തിന്റെ മതിലിന്റെ സൈഡിൽ കൂടെ കടന്ന് ഒരു കുന്നിൻ ചെരുവിൽ കടന്ന് വേണം കയ്യാവാസിന്റെ. ഈ വഴിദൂരം അത്രയും യേശുവിനെ തല്ലിക്കൊണ്ടാണ് അവർ വന്നത്. ഈ തല്ലെല്ലാം കൊണ്ട് ആ തടവറയിലെത്തിയപ്പോൾ ഭൂമിക്കടിയിലുള്ള വലിയ ഇരുണ്ട ഗുഹ, കൊടും കുറ്റവാളികളെ താമസിക്കാൻ ഏറ്റവും 1, 2, 3 ഒന്നാമത്തെ സ്ഥലം ഗാർഡുമാർ, ഭൂമിക്കടിയിലേക്കുള്ള ബേസ്മെന്റ് -1 ഗാർഡ്, -2 എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുറ്റവാളികൾ, -3 എന്ന് പറഞ്ഞാൽ അടിയിലുള്ള ഭൂഗർഭറ കൊടും കുറ്റവാളികൾക്കുള്ള സ്ഥലമാണ്. ഈ കുറ്റവാളികൾ ഈ കുഴിയുടെ പൊക്കം, ഈ മുറിയുടെ പൊക്കമുണ്ട്. ഞാനവിടെ പോയി കണ്ടത് 2 പ്രാവശ്യം ഞാൻ ആ കുഴിയിൽ പോയി നിന്നിട്ടുണ്ട്. യേശുവിന് ഇട്ട കുഴിയിൽ, അത് സത്യമാണ്, റിയലാണ്. ഈ കുഴിയുടെ മുകളിൽ ആ ഷീറ്റ് അടിച്ചേക്കുന്ന അത്രയും പൊക്കത്തിലാണ് 2 ദ്വാരങ്ങൾ ഇരിപ്പുണ്ട്. ഒരാളെ ഇങ്ങനെ എടുത്ത് ഈ കുഴിക്കകത്തേക്ക് ഒറ്റ ഇടൽ, കൈയും കാലും കെട്ടി എടുത്തിട്ട് ഈ തല്ലിക്കൊണ്ട് വന്ന യേശുവിന് ഈ കുഴിക്കകത്തേക്ക് ഒറ്റ ഇടൽ. അപ്പൊ ഇത്രയും പൊക്കത്തിൽ നിന്നാണ് ഈ താഴോട്ട് വീഴുന്നത്. ആ ഇടലില് തലകുത്തിയായിരിക്കേണ്ടത് അവർക്ക് തോന്നുന്ന പോലെ ഇടുന്നത്. ഇവൻ 4 കാലത്ത് തന്നെ ലാൻഡ് ചെയ്യാൻ വെച്ചിട്ടൊന്നും അല്ല അവരിടുന്നത്. അവർ മനഃപൂർവ്വം തലകുത്തി ഇടിക്കും. കാരണം തലകുത്തി അവൻ്റെ പെടലി ഒടിയട്ടെ, ഇങ്ങനെ അവർ തോന്നിയ പോലെ ഇടും. ഈ ഇട്ടിട്ടും ആ പീഡനം സഹിച്ച് യേശു അവിടെ ആ മുറിക്കകത്ത്, ആ ചെറിയ മുറി, ഒരു 5 അടി 5 അടി നീളം 5 അടി വീതി, അത്രയുണ്ട്. 5 or 6 അടി വീതിയേ ഉള്ളൂ, അത്രയും ചെറിയ, അത്രേ ഉള്ളൂ. ഈ തടവറയിൽ ഞങ്ങളുടെ ഗൈഡ്, ഞങ്ങൾ ആ കുഴിയിൽ യേശു കിടന്ന തടവറയിൽ ഞങ്ങളെല്ലാം ഇറങ്ങി നിൽക്കുക. 5 അടിയല്ല കേട്ടോ, ഒരു 10 വീതി ഉണ്ടാവും. ആ തടവറയിൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഈ തടവറയുടെ സൈഡിൽ ഒരു ഭിത്തിയുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ഒരു ചാരി നിൽക്കുന്ന ഒരാളുടെ പുറം പോലെ ഇങ്ങനെ കാണാം. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഈ ഭാഗം കണ്ടോ, യേശുവിനെ പീഡിപ്പിച്ച് അടിയെ കൊണ്ടുവന്ന് ഈ കുഴിക്കകത്ത് ഇട്ടപ്പോൾ അവൻ ഈ കുഴിയുടെ ഭാഗം അവിടെ ചാരി നിന്ന് വെളുപ്പിനെ 3 മണിക്ക് പിടിച്ചവൻ 6 മണിക്ക് അടുത്ത വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന അതേ സമയം വരെ ഇവിടെ ചാരി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവിടെ കേട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്നെ അടിച്ചിട്ട് ഞാനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അടിച്ചവനെ എങ്ങനെ തിരിച്ചടിക്കാമെന്ന് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവൻ്റെ തിരിച്ചു പണിയാമെന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. എന്നാലും ഞാൻ വെച്ചു, ക്രിസ്തുവേ, ഞാനും നീയും തമ്മിലുള്ള ദൂരം ഒരുപാടാണ്. എനിക്കിനിയും നിന്നോട് എത്താനുണ്ട്, നിൻ്റെ അടുത്തേക്ക്. എനിക്ക് പറ്റത്തില്ല. ആ ദൈവസ്നേഹത്തോടെ എത്താൻ ഞാനായിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമോ? ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം തൊട്ട് നീണ്ടിട്ടില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുമ്പോഴാണ് ആ സ്നേഹം നമ്മൾ വരുന്നത്. ആ സ്നേഹത്തിൻ്റെ ഫലം നിനക്ക് പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിന്നെ തൊട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാര്യം ദൈവം അവനെ കാണുന്നില്ല. കാരണം ദൈവം ചോദിക്കും, ഞാൻ നോക്കിയിട്ട് ഫലങ്ങൾ കായ്ക്കാത്തതിനെ എന്ത് ചെയ്യും? ഞാൻ വെട്ടി അരിഞ്ഞ് തീച്ചൂളയിൽ ഇട്ട് കൊടുക്കും. ഫലം കായ്ക്കാത്ത മുന്തിരി ഫലങ്ങളെ ഞാൻ മുറിച്ച് വെട്ടിയെറിയും. വെട്ടിയെറിയും എന്ന് പറഞ്ഞാൽ വെട്ടിയെറിയും. ഫലം കായ്ക്കാത്തതിനെ വെട്ടിയെറിയും. ഫലം ദൈവം പ്രതീക്ഷിക്കും. ഉപമ പറയുന്നുണ്ട്, പിതാവേ, ഞാൻ വെട്ടിയെറിയുമ്പോൾ അവിടെ നിൽക്കട്ടെ, 3 വർഷം ഞാൻ വെള്ളം ഒഴിക്കാൻ നോക്കട്ടെ. 3 വർഷം എന്ന് പറയുന്നത് യേശുവിന്റെ സുവിശേഷ കാലഘട്ടമാണ്. ദൈവവചനം കേട്ടവൻ മാനസാന്തരപ്പെടട്ടെ. എന്നിട്ടും ഫലം കണ്ടില്ലെങ്കിൽ ദൈവപിതാവ് നിശ്ചയിച്ച പോലെ ചെയ്തു. നമ്മളെല്ലാം ഫലം നോക്കുക. യേശുവേ ആരാധന. പല കുടുംബങ്ങളും സ്നേഹത്തിലല്ല പോകുന്നത്. പല കുടുംബങ്ങളും തമ്മിൽ ഇരിപ്പുവശം അത്ര നല്ലതല്ല. പ്രാർത്ഥനക്കാരൻ്റെ ഭവനമേ നിന്റെ ഭവനത്തിൽ സ്നേഹമില്ലാത്ത ഭവനമാണെങ്കിൽ പിന്നെ നാട്ടുകാരുടെ, പ്രാർത്ഥന ഇല്ലാത്തവന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്ന് കേട്ട് നോക്കിക്കേ. പ്രാർത്ഥനയിൽ നിൽക്കുന്നവന്റെ ഭവനത്തിൽ കലഹം, 2 അടുപ്പ്, 2 കഞ്ഞി, 2 സംസാരം, അങ്ങനെയാണ് പ്രാർത്ഥന നിൽക്കുന്നവന്റെ ഭവനത്തിൽ. അപ്പൊ നാട്ടുകാരന്റെ ഭവനത്തിൽ, വിജാതീയന്റെ ഭവനത്തിൽ ആലോചിച്ച് നോക്കി. പ്രാർത്ഥനക്കാരന്റെ ഭവനത്തിൽ കേസുകൾ കിടക്കുക. പ്രാർത്ഥനക്കാരന്റെ ഭവനത്തിൽ രമ്യതയില്ല. പ്രാർത്ഥനക്കാരന്റെ ഭവനം ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുക. പ്രാർത്ഥനക്കാരന്റെ ഭവനം കലഹത്തിൽ നിൽക്കുക. പിന്നെ നീ എന്തിനാ നീ പ്രാർത്ഥനക്കാരെന്ന് പറയുന്നത്? നീയും ലോകം തമ്മിൽ എന്ത് ബന്ധം? ദൈവം പറയാ, കർശനമായി പറയാണ്, നിന്റെ ഫലം നീ നൽകിയില്ലെങ്കിൽ ദൈവം വേരിന് കോടാലി വെച്ച് കഴിഞ്ഞ് നിന്നെ വെട്ടി മാറ്റപ്പെടും. അടുത്ത കൊല്ലം നീ ഇല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പ്രാർത്ഥനയിൽ നിന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥനയിൽ വന്ന് മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോൾ ബൈബിൾ തോന്നാലും കറക്റ്റ് മെസ്സേജ് ദൈവം ബൈബിളോട് സംസാരിക്കും. ആർക്ക് വേണ്ടി പുള്ളി മെസ്സേജ് എടുത്തോ കറക്റ്റ് മെസ്സേജ് ആയിരിക്കും. അങ്ങനെ ഒരു സഹോദരനായിരുന്നു അത്. ഇദ്ദേഹം എന്തൊക്കെയോ ഒരു കോൺട്രാക്ടറാണ്.
അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ വലിയ ചർച്ചൊക്കെ പണിയുന്ന പരിപാടിയാണ്. വലിയ വലിയ ചർച്ച, വയനാട്ടിലൊക്കെ വലിയ ചർച്ചൊക്കെ ചെയ്യുന്ന പരിപാടി പുള്ളിയാണ് ചെയ്യുന്നത്. ഈ ഗോപുരമൊക്കെ അതിൻ്റെ അകത്തെ കൊത്തുപണി ഇങ്ങനെയൊക്കെ വലിയ കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചില സഹോദരങ്ങളൊക്കെ അതിൻ്റെ വർക്കിനൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇവർ പറയും, നമ്മൾ കാണുന്ന ആളല്ല പുള്ളി, ഇവിടെ നിന്ന് വലിയ പ്രാർത്ഥനയൊക്കെയാണ്. അവിടെ ചെന്നാൽ ഒന്ന് പുള്ളി കൂലി കൊടുക്കത്തില്ല, രണ്ട് കൂലി കൊടുക്കണ്ട, അവനൊരു വീട്ടിൽ കൊണ്ടുപോയി ബംഗാളികൾ താമസിക്കും പോലെ നമ്മുടെ പ്രാർത്ഥനക്കാരൻ താമസിക്കും, ഫുഡ് പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവസാനം കൊണ്ടുപോയ പിള്ളേരെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് വീട്ടുകാരെ കൊണ്ട് ബാങ്കിൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടാണ് ഇവർ പോയി ഫുഡ് കഴിക്കുന്നത്. പണം ചോദിച്ചാൽ ചൂടാവും. ഇങ്ങനെ അപ്പം ഞങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല, ആ ചേട്ടനോ ഇങ്ങനെയോ? പുള്ളിയെ നമ്മൾ കാണുന്ന അങ്ങനെയല്ലല്ലോ. പിന്നെ കേൾക്കുന്നു പുള്ളി ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ജീസസിന്റെ ഭവനങ്ങളിൽ പുള്ളി കയറി ഇറങ്ങി ധ്യാനത്തിന് ആളെ കൊണ്ടുവരും. വണ്ടി വിളിച്ച് വലിയ ടെമ്പോ ട്രാവലർ വിളിച്ച് ഓരോ ഏരിയയിൽ ഇറങ്ങി കുറേ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വീട്ടുകാരെല്ലാം വിളിച്ച് കൂട്ടി ട്രാവലർ കൊണ്ടുപോകും. അപ്പോൾ ട്രാവലർ ആ ഏരിയയിൽ നിന്ന് ഇവിടെ പത്തനംതിട്ട വരെ ഓടാനുള്ളൊരു ചിലവ്, അപ്പോൾ എല്ലാവരും കൂടെ പിരിച്ചെടുക്കും. പുള്ളിക്കൊരു വരുമാന മാർഗമായി. പുള്ളി ഇപ്പം ഒരു 25 പേരെ കൊണ്ടിരുന്നെങ്കിൽ 25 പേരുടെ ധ്യാന ഫീസ്, 25 നമ്മുടെ ഈ വേളാങ്കണ്ണിക്ക് ടൂർ കൊണ്ടുപോകുന്നത് ടൂർ ഏജൻറ്റായി മാറി. 25 പേരുടെ ഫുഡ്, വണ്ടിക്കൂലി, ഇങ്ങനെ ഒരു എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. പുള്ളി ഈ വണ്ടിക്കാരനോട്ട് പേശി പുള്ളിക്ക് മൊത്തത്തിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു എമൗണ്ട് പുള്ളിയുടെ കയ്യിരിക്കും. പുള്ളിക്ക് ഇത് നല്ല വളക്കൂറുള്ള മണ്ണായി. ഇതിങ്ങനെ നടക്കുക നമുക്കറിയുന്നില്ല. ഒരിക്കൽ ഏതൊരു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ വന്ന വീട്ടിൽ ഏതൊരു പുതിയ വീട്ടുകാർ മാനസാന്തരപ്പെട്ട് അവരെന്ന് പറഞ്ഞാൽ ആര് എന്നാലും വാരിക്കോരി കൊടുക്കും. ഇപ്പോൾ പുള്ളി പറഞ്ഞ് 2000 രൂപ കടം തരുമോ? 2. പിന്നെ ചെന്ന് 5 തരുമോ? 5. 10 തരുമോ? 10. പിന്നെ എമൗണ്ട് കൂടി വന്നപ്പോൾ ഇവർക്കൊരു ഡൗട്ട്. അപ്പോൾ ഇവരിങ്ങനെ ജീസസിൻ്റെ ഹെഡ് ഓഫീസായിട്ട് അറിയിച്ചപ്പോൾ നമുക്കിതൊന്നും അറിയത്ത് പോലും ഇല്ല. അപ്പം ജീസസിൻ്റെ പേരിലാണ് ഈ പണം പിരിവ്. അദ്ദേഹത്തെ വിളിച്ച് വാൺ ചെയ്തു, ഇത് ശരിയല്ല, നിർത്തണം. നമ്മളെല്ലാ സ്ഥലത്തും വിളിച്ച് ബ്ലോക്ക് ചെയ്തു. ഇദ്ദേഹം ഇന്ന പോലെയാണ്, നമ്മുടെ കൂടെയുള്ള ആളല്ല, നമ്മുടെ കൂടെയുള്ള ആളെന്ന് പേര് പറഞ്ഞ് ഈ പരിപാടിയാണ്. എന്ത് സംഭവിച്ചു? കൊറോണ കാലം. ഇദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്ത് വെച്ച് കൊറോണ പിടിപെട്ടു. ഭാര്യയ്ക്കോ മക്കൾക്കോ കാണാൻ പറ്റാണ്ട്, നാട്ടുകാർക്ക് കാണാൻ പറ്റാണ്ട്, നമ്മൾ റോട്ടിൽ കിടന്ന് പട്ടിയാകുന്ന കുഴിച്ചിടും, ആരും ഉണ്ടാവില്ല, അതുപോലെ കൊണ്ട് കുഴിച്ചിട്ടു. ഒരു പ്രാർത്ഥന ചൊല്ലാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ശപിക്കപ്പെട്ട മരണം. 2 പെൺകുട്ടികൾ, ഒന്ന് +2-നും ഒന്ന് 10ാം ക്ലാസ്, അനാഥമായി പോയി. അപ്പൻ്റെ കയ്യിരിപ്പ് ഒരു കുടുംബത്തെ. ആ ചേച്ചി നേഴ്സായതുകൊണ്ട് എന്തൊക്കെയോ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ നടന്നു പോകും, നല്ല പഠിക്കുന്ന 2 പിള്ളേർ. പക്ഷേ നിന്റെ കയ്യിൽ സത്യവും നീതിയും ഇല്ല എങ്കിൽ ദൈവം നിന്നെ പിടിക്കും. അതാ ഞാൻ പറഞ്ഞേ, വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കോടാലി വെക്കും. നീ വിചാരിക്കും പണം വരും, പിരിക്കാം, നീ നനഞ്ഞിടം കുഴിക്കാന്ന് പറയും, കിട്ടിയ അവസരമായിട്ട് മുതലാക്കും. പക്ഷെ നിന്നെ പിടിക്കുന്നൊരു ദൈവമുണ്ട്. അപ്രതീക്ഷിതമായ മരണം വരും, നീ അതിൽ ശിക്ഷ അനുഭവിക്കും, ശിക്ഷയുടെ മരണം. സ്തോത്ര, ഹല്ലേലൂയ. ഇത് തന്നെയാണ് സ്നേഹമില്ലാത്തവന്റെ അവസ്ഥ. നീ വിചാരിക്കും എല്ലാം ഇങ്ങനെ ഒരു കയ്യിൽ സ്തോത്രവും മറു കയ്യിൽ അമ്മായപ്പം പോരും മരുമകൾ പോരും നാത്തും പോരും ഒക്കെ ആയിട്ട് നടക്കാമെന്ന് വിചാരിക്കും. ആൺപിള്ളേർ മെൻസിന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ. സഹോദരനോട് വെറുപ്പ്, അയൽക്കാരോട് വെറുപ്പ്, ജോലി സ്ഥലത്ത് വെറുപ്പ്, ഇങ്ങനെയൊക്കെ വിചാരിക്കും. ദൈവം നിന്നെ പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ രോഗം അങ്ങോട്ട് പിടികൂടുമ്പോൾ, അസ്ഥിക്കോ വയറിനോ ശരീരത്തിനോ വീട്ടുകാർക്കോ രോഗം, മരണം, ദുരിതം വരുമ്പോൾ കിടന്ന് പ്രാർത്ഥന, അയ്യോ രോഗം വന്നേ. നിന്റെ പുറകോട്ടൊന്ന് ചിന്തിച്ചോക്കെ, നിന്റെ കയ്യിരിപ്പ് എങ്ങനെയായിരുന്നു? നീ പിടിവാശിയ തറുതല പറയുന്നത്. ചില ഭാര്യമാരുണ്ട് 1 പറഞ്ഞാൽ 2-ന്. ചില ഭർത്താക്കന്മാരുണ്ട് വർത്താനം. ഞങ്ങളൊന്നൊരു കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പോയി. അപ്പം ഞാനുണ്ട്, കൊച്ചുണ്ട്, ഇവളുമുണ്ട്. ഒരു വീട്ടിൽ പോയതാ, പ്രാർത്ഥന ഭവനത്തിലാണ്. അപ്പം ഈ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് കൊച്ചു കിടന്ന് കരച്ചിൽ, ഇത് കിടന്ന് കരച്ചിലാണ്. അപ്പം എനിക്ക് കാര്യം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇവക്ക് മനസ്സിലായില്ല എന്താ കരച്ചിൽ. കൊച്ചു നിർത്താതെ അലറിയിട്ട് ഒരു കുഴപ്പമില്ല, അവരങ്ങനെ കരയുന്നൊന്നും ഈ സ്വഭാവമില്ല. ഈ വീട്ടിൽ ഇറങ്ങി ഭയങ്കര കരച്ചിൽ. ഞാൻ അപ്പം തന്നെ അവിടെ ഒരു ആവശ്യത്തിനായി ഞാൻ അപ്പം തന്നെ പരിപാടിയൊക്കെ പാക്ക് ചെയ്ത് കൊച്ചിനെ കൊണ്ട് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കരച്ചിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവളെന്നോട് ചോദിച്ചു എന്തിനാ കിടന്ന് കരയുന്നത്. ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ ചെന്നപ്പം ചെന്ന് കയറിയ രംഗം അമ്മായിയമ്മയും മരുമകളും ആണോ ഭർത്താവും ഭാര്യയാണോ, ഒച്ച എടുത്തുകൊണ്ട് അലറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ഇവൻ ആദ്യമായിട്ട് അത്രയും തൊള്ള തുറന്നുള്ള ഒച്ച കേൾക്കുന്നത്. വലിയ തൊള്ളയാണല്ലോ. യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ ഒച്ച യേശുവേ ആരാധന അല്ലേ, യേശുവേ സ്തോത്രം. ആ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കി, നിന്റെ
അതാ ഒച്ച. അപ്പൊ ഈ കൊച്ച് ഇവൻ അലർച്ച കേട്ടിട്ടില്ല. നാളെ അവളോട് ചോദിച്ചു നോക്കൂ. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പം ഞങ്ങൾ ചെല്ലുമ്പോ മനുഷ്യൻ നിന്നോട് പറഞ്ഞല്ലേ കട്ടെടുത്ത് മഴ വരാറായി തുണി എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞ് എന്തോ ഒച്ച. ഞാൻ പറഞ്ഞു ഇവളാണോ ആരാധിക്കാൻ വരുന്നത്? അപ്പൊ മനുഷ്യൻ അതിനേക്കാളും വലുത് കിട്ടിയവൻ. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മായിമ്മ കലായിട്ട് വന്നു തള്ള പോകുന്ന കണ്ടില്ലേ. അപ്പൊ ഞാൻ ചോദിക്കും ദൈവം എനിക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി. ഈ കൊച്ചു കരഞ്ഞത് ഇതിങ്ങളുടെ തൊള്ള കണ്ടിട്ടാ. ഈ അലർച്ചയും ആക്രോശവും ഈ അട്ടഹാസവും കേട്ടിട്ട് അത് പേടിച്ചു. നമ്മൾ പേടിച്ചു പോയി. പിന്നെയാണ് കൊച്ചു പേടിക്കുന്നത്. ഞാൻ വിചാരിച്ചു വല്ല ഈ ജുറാസിക് പാർക്കിന്റെ തിയേറ്ററിൽ കയറിയ പോലെയാണ്. അലറുന്നവും നമ്മൾ വഴിതെറ്റി കയറൂലേ, അതുപോലെ ആയിപ്പോയി. ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി. ഓടി രക്ഷപ്പെട്ട് ഒരു കുഴപ്പമില്ല. പല ഭവനവും അശാന്തി നിറഞ്ഞ ഭവനമാണ്. നിങ്ങളുടെ മുമ്പിൽ വചനിരിക്കുക, നീ സ്നേഹത്തിൽ ജീവിക്കണം. നീ വല്ല പ്രാർത്ഥനക്കാരന് ഭാഷാപരവും പ്രവാചകനൊക്കെയാ, പക്ഷെ നിന്റെ ഹൃദയത്തിൽ സ്നേഹമില്ല. പോടാ, നിന്നെ മരണം കാത്തിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വാണിംഗ് തരിക. സ്നേഹത്തിൽ ജീവിച്ചില്ലെങ്കിൽ നിന്റെ ദർശനവും നിന്റെ ഡെലിവറൻസും നിന്റെ ശുശ്രൂഷ എല്ലാം കള്ളത്തരമാണ്. നിന്നെ മരണം കാത്തിരിപ്പുണ്ട്.